വാസന അടിച്ചു കയറുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രസംഗിക്കുന്നത് സദസ്യർക്ക് ഏറ്റവും കൂടുതൽ എന്നോട് ദേഷ്യമുണ്ടാക്കി തീർക്കുമെന്ന് ആദ്യമേ മനസ്സിലാക്കുന്നത് കൊണ്ട് ഒന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ സദസ്സിന്റെ മനോഹാരിത കാണുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ തീർച്ചയായും പറയണമെന്ന് തോന്നുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്തുടനീളം പരിശോധിച്ചാൽ പല കുടുംബ സംഗമങ്ങളും അതുപോലെ കുടുംബത്തിന്റെയും കുലീനതയുടെയും പേര് പറഞ്ഞ് അഹങ്കാരവും അഹന്തതയും നടിക്കുന്ന ഒട്ടനവധി ആളുകളെയും വിഭാഗങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമന കാലഘട്ടത്തിൽ തന്നെ രണ്ട് വലിയ കുടുംബങ്ങളായിരുന്നു മദീനയുടെ ഓരങ്ങളിൽ വസിച്ചിരുന്നത്. ഔസ് ഖസ്റജ് എന്ന് പറയും. ഈ കുടുംബത്തിന്റെ ആധിപത്യത്തിലായിരുന്നു മദീന എന്ന് പറയുന്ന പുണ്യഭൂമിക നിലനിന്നിരുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പൗരാണിക കാലം മുതൽക്ക് തന്നെ കുടുംബത്തിന്റെ ആധിപത്യം നിലനിന്നു പോന്നിട്ടുണ്ട്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് കുടുംബങ്ങൾ നിർവഹിക്കേണ്ട കടമകൾ മറന്നുപോയി എന്നതാണ് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഇത്തരം ഒരു കുടുംബ സംഗമം ചില ന്യൂനതകളൊക്കെ എനിക്ക് പറയാനുണ്ടെങ്കിലും അത് ഈ ഭംഗിയിൽ മറന്നുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായതാണ്. പലപ്പോഴും വളരെ വളരെ അടുത്ത് വീടുകൾ നിർമ്മിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ തന്നെയും അടുത്തടുത്ത വീടുകളിൽ നടക്കുന്ന സംഭവങ്ങളെ ഒരു വേള തൊട്ടടുത്ത് വസിക്കുന്ന എളാപ്പയും മൂത്താപ്പയും സ്വന്തം അനുജനും ജ്യേഷ്ഠനുമൊക്കെ അറിയുന്നത് പത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണെന്ന് പറയുമ്പോൾ എത്ര ദാരുണമാണ് നമ്മുടെ അവസ്ഥ. നിങ്ങൾ ആലോചിക്കണം, വലിയ വലിയ മതിലുകൾ തീർത്ത് അണുകുടുംബത്തിലേക്ക് മനുഷ്യനിങ്ങനെ സങ്കുചിതമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഫാമിലി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ഫാമിലി സിസ്റ്റം ഒരു സൂ ഫാമിലി എന്ന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൃഗശാല, സൂ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മൃഗശാലയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. സൂ ഫാമിലി എന്ന് പറഞ്ഞാൽ മൃഗശാല. ഇന്ന് കുടുംബങ്ങൾ കടിച്ചു കീറുകയാണ്. ഉമ്മയും ബാപ്പയും തമ്മിൽ, മകളും മകനും തമ്മിൽ, ഇങ്ങനെ എല്ലാവരും തമ്മിൽ കുടുസായ ഒരു ചിന്താഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാം, മറ്റൊരു ഭാഗത്തെ റെസ്റ്റോറന്റ് ഫാമിലി, ഹോട്ടൽ സിസ്റ്റത്തിൽ വളരുന്ന ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടിയും എന്ന ഒരു സിസ്റ്റം. ജ്യേഷ്ഠനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും ഒരു റൂമിൽ പലവിധത്തിലുള്ള വിഭവങ്ങൾ സുന്ദരമായി കൊണ്ടുവന്ന് ഭക്ഷിക്കുമ്പോഴും തൊട്ടടുത്ത അപ്പുറത്തെ സിമന്റ് പണിയെടുത്ത് ജീവിക്കുന്ന അനുജന് ഇതൊന്നും വാങ്ങാൻ കഴിയാതെ കിടന്നുറങ്ങുന്നുണ്ടെന്ന ബോധം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മറന്നുപോയി. അങ്ങനെ ഒരു ഹോട്ടലിൽ എല്ലാവരും ഓരോരുത്തരും ടേബിളിൽ അവരവർക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യുന്ന പോലെ ഓരോ കുടുംബങ്ങളും അങ്ങനെ പരിണമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു അല്പം എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു ഖദീജ, എന്നെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ടാ. ഒരു ഭാര്യയുടെ ദൗത്യം അതാണ്. ഭർത്താവ് എവിടെ നിന്ന് വിഷമിച്ചു വരുമ്പോഴും സമാധാനിപ്പിക്കുക. ആ സമയത്ത് ഖദീജ ബീവി പറഞ്ഞ ഒരു വാക്ക് ലോകത്ത് ഇന്നും വളരെ സുന്ദരമായ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഒരിക്കലുമില്ല, അല്ലാഹു നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. കാരണം എന്താ? കാരണമാണ് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങൾ അങ്ങേയറ്റം കുടുംബബന്ധം പുലർത്തുന്നവരാണ്. നിങ്ങൾ അങ്ങേയറ്റം കുടുംബബന്ധങ്ങൾ പരമാവധി ചേർക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് നടത്തി വരുത്തുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും അന്ന് നിങ്ങളെ കൈവിടുകയില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇനിയും ചരിത്രത്തിൽ ഒരുപാട് കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഈ കുടുംബബന്ധം പുലർത്തിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എത്രയാ? ഈ ഭൗതിക ലോകത്ത് പലരും വയസ്സായി, ഇപ്പോൾ മരണത്തിന്റെ
മനുഷ്യന് കാലമോ സമയമോ ഇല്ല. ആർക്കും എപ്പോഴും പോകാമെന്ന ഒരു രീതിയിലേക്ക് മരണത്തിന്റെ സമയങ്ങൾ മാറ്റിയെഴുതപ്പെട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഭൗതികമായ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി മനുഷ്യർ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുടെ വിച്ഛേദനം നടന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കണം. എന്നിട്ടോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് കണ്ടോ, ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഓ മനുഷ്യ, നീ എവിടെ വെച്ച് മരിക്കുന്നു എന്നത് പ്രശ്നമല്ല, ഏത് സമയത്ത് മരിക്കുന്നു എന്നതും പ്രശ്നമല്ല, പക്ഷേ എങ്ങനെ മരിക്കുന്നു എന്നത് പ്രശ്നമാണ്. നീ തെറ്റിനിൽക്കുന്നവനായി മരണപ്പെട്ടാൽ നിന്റെ വഴി നരകത്തിലേക്കുള്ളതാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് മരണം ആർക്കും സമയം നിശ്ചയിക്കപ്പെട്ടതല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബന്ധം നമുക്ക് നല്ലതാണ്. ഒരു ചരിത്രത്തിൽ കാണാം, ഒരു ചെറിയ ചരിത്രമാണ്, അതുകൂടി പറഞ്ഞ് ചോറിലേക്ക് നമുക്ക് ഇരിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഒരു സംഭവത്തിൽ കാണാം. ഒരിക്കൽ ദാവൂദ് നബിയും തന്റെ ഒരു അനുയായിയും കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം വരികയാണ്. അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ദാവൂദ് നബിയെ, ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ, ഈ നിൽക്കുന്ന ആള് 20 ദിവസത്തിന്റെ ഉള്ളിൽ മരിക്കാനുള്ള ആളാണ്. അപ്പോ ദാവൂദ് നബി അലൈഹി ഇസ്ലാം, അത് ശരിയാണോ? അതെ, ശരിയാണ്. എന്റെ ഈ വർഷത്തെ കണക്കിൽ 20 ദിവസത്തിന്റെ ഉള്ളിൽ ഈ മനുഷ്യൻ മരിക്കാനുള്ള ആളാണ്. എനിക്ക് റബ്ബ് നിശ്ചയിച്ച കണക്കാ. അങ്ങനെ പല സംഭാഷണങ്ങളും കഴിഞ്ഞു, അവർ പിരിഞ്ഞു. പിന്നീട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഇതേപോലെ അവർ സംഗമിക്കുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യനുണ്ട്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമുണ്ട്, അസ്റായീലുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം അസ്റായീലിനോട് തിരിച്ചൊരു ചോദ്യം, അല്ല അസ്റായീൽ, ഈ മനുഷ്യനെ ചൂണ്ടിയല്ലേ നിങ്ങൾ പറഞ്ഞത് ഇദ്ദേഹത്തിന് 20 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് പണ്ട് നിങ്ങൾ പറഞ്ഞു ഓർക്കുന്നില്ലേ? ഇപ്പൊ 20 കൊല്ലങ്ങൾ കഴിഞ്ഞു, എങ്ങനെയാണ് ഈ മനുഷ്യനിക്ക് ഇത്രയും? ആ സമയത്ത് മഹാനായ അസ്റായീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ആ വർഷത്തിൽ എനിക്ക് എന്നെ റൂഹ് പിടിക്കാൻ ഏൽപ്പിച്ച ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് ഇദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് അതങ്ങോട്ട് പറഞ്ഞപ്പോ അയാൾ പോയിട്ട് അദ്ദേഹത്തിന്റെ സമീപത്ത് എത്രയോ കാലങ്ങളായി തെറ്റി നിന്നിരുന്ന ഒരു കുടുംബത്തെ പോയി അദ്ദേഹത്തോട് കുശലം പറഞ്ഞ് പുഞ്ചിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോ റബ്ബ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു കൊണ്ട് പറഞ്ഞു, 20 ദിവസത്തെ ആയുസ് 20 വർഷത്തിലേക്ക് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ റബ്ബ് ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ആയുസിന്റെ വർധനവിന് വേണ്ടി, ഭക്ഷണത്തിന് വിശാലതയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബബന്ധം പുലർത്തണം ഏത് സാഹചര്യത്തിലും. ഇതിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും എന്റെ ഉപ്പാപ്പമാരോടും എന്റെ കാരണവന്മാരോടും എന്റെ നേതാക്കന്മാരോടുമൊക്കെ ഒരു കാര്യം പറയും.